വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പാലപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചു. വരന്തരപ്പള്ളി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം മുൻ KPCC അംഗം ഡേവിസ് W. അക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ഔസേബ് ചെരടായി, EA ഓമന, തോമസ് കാർലത്തുകാരൻ, ഫൈസൽ ഇബ്രാഹിം, മോളി ജോസഫ്, ജോജോ പിണ്ടിയാൻ എന്നിവർ പ്രസംഗിച്ചു. പള്ളിക്കുന്ന് മുതൽ പാലപ്പള്ളി വരെ റോഡ് തകർന്ന് യാത്രാ ദുരിതം രൂക്ഷമായിട്ടും MLAയും സർക്കാരും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വരന്തരപ്പള്ളി CI KN മനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ആമ്പല്ലൂർ ചിമ്മിനി ഡാം റോഡും പാലപ്പള്ളി ചിമ്മിനി റോഡും ഘട്ടം ഘട്ടമായി നവീകരിച്ചെങ്കിലും പള്ളിക്കുന്ന് പാലപ്പള്ളി റോഡ് ഭാഗം മാത്രം പഴയപടി തുടരുകയാണ്. കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ നടന്നില്ല. യാത്രാ ദുരിതത്തെ മുൻനിർത്തി പലപ്പോഴായി അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഈ റോഡിൻ്റെ കുടികളും മറ്റുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വർഷക്കാലത്ത് അനുഭവിച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിനേതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. 2015 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അതിന്റെ അധികാരം വരുന്ന സമയത്താണ് അന്ന് 20 കോടി ഒരു മാസക്കാലം കൊണ്ട് ഈ റോഡിന്റെ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി നമ്മുടെ ഈ പ്രദേശത്തിന് വരന്തരപ്പള്ളിക്ക് നൽകിയ LDFന്റെ ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ വാഗ്ദാനമാണ് വരന്തരപ്പള്ളി റോഡ്, വരന്തരപ്പള്ളി ചിമ്മിനി ഡാം റോഡ് വീതി കൂട്ടി മെക്കാടം. ഈ സമരം അതൊരാളെയും തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമരമല്ല, മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഇനിയും ബുദ്ധിമുട്ട് സഹിക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ജനകീയ സമരമാണ്. അതായത് ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 40 മിനിറ്റോളമായി. ഈ 40 മിനിറ്റിനകം ഒരു 200ഓളം വാഹനങ്ങൾ ഈ റോഡിലൂടെ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയി. നമ്മൾ ഇന്ന് മുപ്പിളിയം തുടങ്ങി പാലപ്പള്ളി തുടങ്ങി പല സ്ഥലത്തു നിന്ന് ഇവിടേക്ക് ഈ റോഡൊന്ന് നന്നായി കാണണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരും എത്തിയത്. പള്ളിക്കുന്ന് മുതൽ വരന്തരപ്പള്ളി വരെയുള്ള ഈ റോഡിന്റെ വളരെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണിത്.